ഒരു തവണയെങ്കിലും നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മുടെ വാഹനത്തിന് ഒരു അപകടം സംഭവിക്കുകയും എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോഴാണ് ഡാഷ് ക്യാമറയുടെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത്. തെറ്റ് ആരുടെ ഭാഗത്തു തന്നെ ആയാലും കണ്ടു നിൽക്കുന്നവർക്ക് രണ്ടഭിപ്രായം കാണും. അങ്ങനെ അവർ തന്നെ നമുക്ക് ശിക്ഷയും വിധിക്കും. ആ സമയത്ത് ഡാഷ് ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് ലഭിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കാനാകും. പോലീസ് കേസോ ഇൻഷുറൻസ് ക്ലെയിമോ എന്തു തന്നെ വന്നാലും ശരി, നമുക്ക് ഈ വിഷ്വൽസ് ഉപയോഗിക്കാം. വല്ലവൻ്റെയും തെറ്റിൻ്റെ ഭാരം നമുക്ക് ചുമക്കേണ്ടി വരില്ല എന്ന് സാരം. ഒരു ഡാഷ് ക്യാമറ വാങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ? ഇന്ന് സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്കൊക്കെ ഡാഷ് ക്യാമറകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. 3000 രൂപ മുതലൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡാഷ് ക്യാമറകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കഴിയും. വിവിധ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇതിലും വില കുറച്ച് ലഭിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ആവശ്യകത അനുസരിച്ച് വില കൂടിയവയും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഡാഷ് ക്യാമറ തിരഞ്ഞെടുക്കുമ്പോൾ വാഹനത്തിൻ്റെ വിലയുമായി ഒരു ബന്ധവുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വാഹനം വില കൂടിയതായാലും കുറഞ്ഞതായാലും വാങ്ങാൻ പോകുന്ന ഡാഷ് ക്യാമറയെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. കാശ് ചിലവാക്കാൻ മടിയില്ലാത്തവർക്ക് ഏറ്റവും കൂടിയത് തന്നെ വാങ്ങാം. എന്നാൽ അത്യാവശ്യം മുന്നിൽപ്പെടുന്ന രംഗങ്ങൾ ക്യാപ്ചർ ചെയ്താൽ മതി എന്നുള്ളവർക്ക് വില കുറഞ്ഞ ഒരു ഡാഷ് ക്യാമറ മതിയാകും. അങ്ങനെയുള്ള ഒരു വില കുറഞ്ഞ ഡാഷ് ക്യാമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഹീറോയുടെ ഉൽപ്പന്നമായ കോബോ ഡാഷ് ക്യാമാണ് ഇത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് ലഭ്യമാണ്. 3000 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. ഇത് GPS ഇല്ലാത്ത ഒരു മോഡലാണ്. കുറച്ച് രൂപ കൂടി ചിലവാക്കിയാൽ GPS ഉള്ള ഒരു മോഡൽ ലഭിക്കും. വീഡിയോ എടുക്കുന്ന സ്ഥലത്തെ ജിയോഗ്രാഫിക്കൽ കോർഡിനേറ്റ്സ് കൂടി GPS ഉള്ള ഡാഷ് ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസിൽ ഉണ്ടാകും. അത് ഗൂഗിൾ മാപ്പിൽ കൊടുത്താൽ കൃത്യമായ സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1 വർഷത്തെ വാറണ്ടിയാണ് ഈ ഉൽപ്പന്നത്തിന് ലഭിക്കുന്നത്. ആൻഡ്രോയിഡിലും iOSലും ഉള്ള മൊബൈൽ ഫോണുകളിൽ ഇത് പെയർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 360 ഡിഗ്രി തിരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഏത് വാഹനത്തിലും മുൻവശം കാണത്തക്ക വിധം ഇത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ബോക്സിനുള്ളിൽ ഒരു സ്മാർട്ട് ഡാഷ് ക്യാമും കാറിൽ ഉപയോഗിക്കുന്ന USB ചാർജറും വളരെ നീളത്തിലുള്ള മിനി USB കേബിളും ഒരു പ്രൈ ടൂളും പിന്നെ ക്യാമറ പിടിപ്പിക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് സ്റ്റിക്കറുകളും മറ്റുമാണ് ഉള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചെറിയ മെമ്മറി കാർഡ് വാങ്ങേണ്ടതായിട്ടുണ്ട്. 1 GB വരെയുള്ള മെമ്മറി കാർഡുകൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. G സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഷേക്കുകൾ തിരിച്ചറിയുകയും വാഹനം മുട്ടി ഉണ്ടാകുന്ന തരത്തിലുള്ള വിഷ്വൽസ് നഷ്ടപ്പെടാത്ത വിധം ലോക്ക് ചെയ്ത് പ്രത്യേക ഫയലായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. സാധാരണ മെമ്മറി കാർഡ് ഫുള്ളാകുമ്പോൾ ലൂപ്പ് റെക്കോർഡിംഗ് വഴി മുന്നേ റെക്കോർഡ് ചെയ്ത ഏറ്റവും പഴയ ഫയൽ ഡിലീറ്റ് ചെയ്ത് പുതിയത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ G സെൻസറിൻ്റെ സ്പെഷ്യൽ കമാൻഡ് വഴി സേവ് ചെയ്യുന്ന ഫയലുകൾ ഇങ്ങനെ ഡിലീറ്റ് ആകില്ല. മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഇളക്കിയെടുക്കുന്നതിനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഇളക്കിയെടുത്ത് ഒരു കാർഡ് റീഡർ ഉപയോഗിച്ച് ലാപ്ടോപ്പിലോ മറ്റോ സേവ് ചെയ്യാനുമാകും. നമുക്ക് തന്നെ സ്വന്തമായി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഡാഷ് ക്യാം ലഭിക്കുന്നത്. വിൻഷീൽഡ് നന്നായി ക്ലീനാക്കിയ ശേഷം ബോക്സിലുള്ള ട്രാൻസ്പെറൻറ്റ് ടേപ്പ് പതിക്കണം. ശേഷം ക്യാമറയുടെ ലെവൽ നോക്കി ഒട്ടിക്കണം. USB കേബിളിനെ കാറിൻ്റെ ട്രിം പാനലിനുള്ളിലൂടെ കടത്തേണ്ടതായിട്ടുണ്ട്. അതിനായി ബോക്സിലുള്ള പ്രൈ ടൂൾ ഉപയോഗിക്കാം.
ഡിസ്പ്ലേ ഇല്ലാത്ത മോഡൽ ഡാഷ് ക്യാം ആയതുകൊണ്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഡാഷ് ക്യാമുമായി നമ്മുടെ മൊബൈൽ ഫോൺ വൈഫൈ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. മെമ്മറി കാർഡിൽ സേവ് ചെയ്യുന്ന വിഷ്വൽസ് കാണുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഈ ആപ്പ് സഹായിക്കും. ഡേ ലൈറ്റിൽ മാത്രമല്ല, രാത്രിയിലും നല്ല ക്ലാരിറ്റിയിൽ വിഷ്വൽസ് ലഭിക്കുന്നുണ്ട്. 4 സെറ്റ് ഫുൾ ഗ്ലാസ് ലെൻസുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ 4 ലെൻസുകൾ കടന്നാണ് സെൻസറിലേക്ക് ലൈറ്റ് എത്തുന്നത്. ലെൻസിൻ്റെ എണ്ണം കൂടുന്നതിനാൽ രാത്രിയിൽ കിട്ടുന്ന വിഷ്വൽസിനും കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും. 170 ഡിഗ്രി വൈഡ് ആംഗിളിലാണ് വിഷ്വൽസ് ലഭിക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ എത്ര ഡിഗ്രി വരെയുള്ള ഏരിയ ഇത് റെക്കോർഡ് ചെയ്യും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുന്നിലുള്ള എല്ലാം നമ്മൾ കാണുന്നത് 180 ഡിഗ്രിയിലാണ്. 100 ഡിഗ്രിക്ക് മുകളിൽ വൈഡ് ആംഗിൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. 140 ഒക്കെ തന്നെ കാറിൻ്റെ 2 അറ്റവും കിട്ടത്തക്ക വിധത്തിൽ വിഷ്വൽസ് നൽകുന്നുണ്ട്. സാധാരണ മൊബൈൽ ഫോൺ ക്യാമറയുടേത് ആവറേജ് 70 ഡിഗ്രി എന്നതുകൂടി ഓർക്കണം. അതായത് ആക്ഷൻ ക്യാമറയിൽ ലഭിക്കുന്ന അത്രത്തോളം കവറേജ് ഇതിൽ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാം. -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 85 ഡിഗ്രി സെൽഷ്യസ് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന സൂപ്പർ കപ്പാസിറ്ററുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ കപ്പാസിറ്ററുകൾ പൊതുവെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനാൽ ചൂട് കൂടിയ കാലാവസ്ഥയിലും വെയിലത്ത് വാഹനം ഓടുമ്പോഴും ക്യാമറ നന്നായി തന്നെ പ്രവർത്തിക്കുന്നു. 12 വോൾട്ട് പോർട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ കാറിൻ്റെ കീ ഓൺ ചെയ്താൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ പാർക്കിംഗ് ടൈമിലും ക്യാമറ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു ഹാർഡ്വെയർ കിറ്റ് വാങ്ങാൻ ലഭിക്കും. അത് വാങ്ങി ഡയറക്റ്റ് ഫ്യൂസിൽ കൊടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഒരു പുതിയ ഡാഷ് ക്യാം വാങ്ങി ആദ്യ നാളുകളിലൊക്കെ നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി കുറച്ചു നേരം വിഷ്വൽസ് നോക്കുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ തീരെ ശ്രദ്ധിക്കാതെയാകും. ഒരു അപകടം സംഭവിച്ചാൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ ഡാഷ് ക്യാം ഉപകാരപ്രദമാണ്.